നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണ്, പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ചാലഞ്ചസ് നമ്മൾ പറയില്ലേ, ആ സാധനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാലും നിങ്ങൾ ഈ റീഡിംഗ് കണ്ടിട്ട് ഡിസിഷൻസ് ഒന്നും എടുക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാനിപ്പം ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് റീഡിങ്സ് എടുക്കുന്നത് കുറച്ച് നാളത്തേക്ക് കേട്ടോ. അപ്പോ എന്നത്തേക്ക് വരുന്നത് ഞാൻ തീരുമാനിച്ചിട്ടില്ല, കുറച്ച് നാളത്തേക്ക് അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ റീഡിങ്സ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മള് ഓറക്കിൾ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കാർഡ്സ് വരുമോ എന്ന് നോക്കാം. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ. വേറെ കാർഡുകളൊന്നുമില്ല. അപ്പൊ ഞാൻ ഈ കാർഡ് എന്താണെന്ന് നോക്കുകയാണ്. ഡിലേസ് വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം എന്ന് വെച്ചാല് നിങ്ങള് വിചാരിക്കുന്ന കാര്യങ്ങള് നടക്കാൻ ഇപ്പൊ തടസ്സങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തുടങ്ങാൻ പറ്റുന്നില്ല, തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റക്കായി പോകുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നു, നിങ്ങൾ ഇപ്പോ പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങണ്ട, അത് തുടങ്ങാനുള്ള സമയമായിട്ടില്ല. അതുപോലെ തന്നെ ആരോടും വാക്ക് തർക്കങ്ങളിലൊന്നും ചെന്ന് കയറരുത്. കാരണം നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ പറ്റില്ല, നാണം കെടേണ്ടി വരും എന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ നമുക്ക് ടാരോ റീഡിങ്ങിലേക്ക് ഒക്കെ പോവാം. നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളെ തമാശയ്ക്ക് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മൾ ഇതൊന്നും ബാധിക്കില്ല. ഓ നടന്നോ ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ നമ്മളൊരു റിലേഷൻഷിപ്പിൽ സീരിയസ് ആകുമ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ നമുക്ക് അത് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോ അതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് പ്രശ്നങ്ങൾ? നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ആദ്യം. ഓക്കെ, ഇവിടെ രണ്ട് കാർഡ്, രണ്ടും ഏസസ് ആണ് വന്നിരിക്കുന്നത്. വെച്ചാല് തുടക്കമാണ് വന്നിരിക്കുന്നത്. സ്നേഹം ഓഫർ ചെയ്തപ്പോ ഈ വ്യക്തി അത് സ്വീകരിച്ചില്ല എന്നൊരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ട്. അതിന് നിങ്ങൾക്ക് ദുഃഖമുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്കൊരു എന്താ പറയാ, ഒരു അഭിപ്രായം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ സ്നേഹബന്ധം ഉണ്ടെങ്കിലും ഇതില് സ്നേഹം മാത്രമേ ഉള്ളൂ. അതുപോലെ രണ്ട് മെസ്സേജാണ്. സ്നേഹം മാത്രമേ ഉള്ളൂ, ഇതിനോടനുബന്ധിച്ച് ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ഒരു ഗിഫ്റ്റ് തരില്ല, ഒരു സ്ഥലത്ത് കറങ്ങാൻ കൊണ്ടുപോവില്ല, അങ്ങനത്തെയൊക്കെയുള്ള ഒരു ഭക്ഷണം വാങ്ങിച്ചു തരില്ല, അങ്ങനെയൊക്കെ ആർക്കോ ഒരു പൈസ ചെലവാക്കില്ല ഈ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പൊ സ്നേഹമുണ്ട്, സ്നേഹം ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരാള് നമ്മൾ സ്നേഹിക്കുമ്പോൾ അയാളെ വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും കാണിക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ഈ വ്യക്തി അത് ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. എന്താണ് അവരുടെ ഫീലിങ്സ് നിങ്ങളോട്? അവര് പറയുന്നത് നിങ്ങൾ സ്നേഹത്തിന്റെ പേരിൽ അവരെ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നു എന്നാണ്. അതാണ് അവരുടെ മനസ്സിലെ ചിന്ത. എനിക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നും വേണ്ട, എനിക്ക് റിലേഷൻഷിപ്പിൽ വലിയ ഇഷ്ടമൊന്നും അല്ല, സ്നേഹമുണ്ട് നിങ്ങളോട്, പക്ഷെ അതെന്താണ് ഇപ്പോഴും ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഈ വ്യക്തിയുടെ ഫീലിങ്സ്.
അപ്പൊ ഇവര് പറയുന്നത് നിങ്ങള് ഈ വ്യക്തിയുടെ വിചാരം, ചിലര് പറയില്ലേ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ സ്നേഹത്തിൽ കുടുങ്ങിയാലൊക്കെ ജീവിതം പോയി, നമ്മൾ അവിടെ പെട്ടുപോകും, പിന്നെ നമ്മൾക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു ചിന്താഗതിയുള്ള ഒരാളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കയറിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളോടുള്ള ഫീലിങ്സ് നിങ്ങളോട് മാത്രമായിട്ടുള്ള ഫീലിങ്സ് അല്ല. പൊതുവെ ഈ വ്യക്തിയുടെ അഭിപ്രായം എന്ന് വെച്ചാൽ സ്നേഹബന്ധങ്ങളെല്ലാം കുരുക്കുകളാണ്, നമ്മളെ അവിടെ തളച്ചിടാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് റിലേഷൻഷിപ്പ് വരുന്നത്. ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ ഇരുന്നാലും ഫ്യൂച്ചറിൽ നോക്കുമ്പോൾ ഞാൻ അതാണ് കണ്ടിട്ടുള്ളത്. ചുറ്റും നോക്കുമ്പോൾ എല്ലാവരുടെ ബന്ധങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കുരുക്കായിട്ട് മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ വ്യക്തി പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം ഈ വ്യക്തി സ്നേഹമാണെന്ന് കാണിക്കുമ്പോഴും അതിനോടനുബന്ധിച്ച മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് തരാതിരിക്കുകയോ നിങ്ങളോട് പറയാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. കേട്ടോ, ഇത് അക്വേറിയസ് ലിബ്ര ജെമിനി ആണ്. എന്താണ് നിങ്ങൾ ഈ ബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നിങ്ങൾ കൂടുതൽ സംസാരിക്കാനും കൂടുതൽ പറയാനും ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തി അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. നിങ്ങൾ 2 കാർഡ് വെച്ചിട്ടാണ് നിങ്ങളത് വരുന്നത്. എന്നാൽ ഈ വ്യക്തി 1 കാർഡ് വെച്ചിട്ടാണ് ഈ വ്യക്തി വരുന്നത്. ഇവിടെ നമുക്ക് 10 ഓഫ് സ്വേർഡ്സും അതുപോലെ തന്നെ 8 ഓഫ് വാൻസുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നത് ഈ വ്യക്തി ചിലപ്പോ ഈ വ്യക്തിയുടെ ഉദ്ദേശം, നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയാണ്, ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ വ്യക്തി ശരിക്കും സ്നേഹത്തോടെയാണോ വന്നിരിക്കുന്നത്, അതോ പിന്നെ ചതിച്ചു വഞ്ചിച്ചു പോകാനുള്ള ഒരാളാണോ, അതുകൊണ്ട് ധൃതി പിടിച്ച് റിലേഷൻഷിപ്പിലേക്ക് കയറണ്ടെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. ഇത് അത്ര പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യണ്ട. കാരണം ആദ്യം തുടങ്ങിയ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഇത് ശരിയാകുമോ, ഇത് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയി കഴിഞ്ഞാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല, ചിലപ്പോൾ ഈ വ്യക്തി ചതിച്ചോ വഞ്ചിച്ച് ഇറങ്ങിപ്പോയാൽ അത് ഭയങ്കര സങ്കടമാകും, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പതുക്കെ മുമ്പോട്ട് പോകുന്നുള്ളൂ, പെട്ടെന്ന് ഈ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ആദ്യം തുടങ്ങി നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വലിയ നല്ല ഫ്യൂച്ചർ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ ഏറീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. നിങ്ങൾക്കൊരു മനസ്സിൽ ചിലപ്പോൾ നേരത്തെയുള്ള അനുഭവങ്ങളായിരിക്കാം ഇങ്ങനെ ഒരു ഒപ്പീനിയൻ, നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഈ ബന്ധത്തിനെ കുറിച്ചും ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ട് മൂന്ന് കാർഡ്സ് വന്നു കേട്ടോ. നോക്കാം എന്താണ് ഈ വ്യക്തി ഈ ബന്ധം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വാചാലമാകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉദ്ദേശം കുറച്ചും കൂടെ ക്ലാരിറ്റി വരുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ വ്യക്തി വളരെ എല്ലാവരും എതിരായിരുന്ന ഒരു ബന്ധത്തിലായിരുന്നു ഈ വ്യക്തി. അതിനെ ഡിഫെൻസ് ചെയ്തിട്ട് ആ വ്യക്തി വളരെ സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പില് കയറിയിട്ട് അവസാനം സീരിയസ് ആയി ആ റിലേഷൻഷിപ്പ് ഒരു വിവാഹത്തിലേക്ക് എത്താൻ പോയപ്പോ മറ്റേ ആള് ഇറങ്ങിപ്പോയി. മനസ്സിലായോ? പക്ഷേ എന്നാലും ഈ വ്യക്തി അവരെ അവിശ്വസിച്ചില്ല. ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും അവിടെ തിരിച്ചു വന്നാല് ഞാൻ ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും സ്വീകരിക്കും എന്നൊരു ചിന്ത ഈ വ്യക്തിക്കുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഒരു 8 ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നത് ചിലപ്പോ ഈ വ്യക്തി പഴയ ബന്ധം മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണോ നിങ്ങളോട് സീരിയസ് ആവാത്തത് എന്നൊരു ചിന്ത നമുക്ക് വരുന്നുണ്ട്. കാരണം ഈ വ്യക്തി പറയുന്നത് ഒരു വിവാഹത്തിനടുത്ത് എത്തിയ ഒരു ബന്ധം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും എതിർത്തപ്പോഴും ഒരുമിച്ച് നിന്നിട്ട് അവസാനം കാലം മാറിയ ഒരു വ്യക്തി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവരിറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകളയാൻ പറ്റുന്നില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പൊ അതാണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത്. അപ്പൊ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ഒരു തീരുമാനം ഈ വ്യക്തി എടുത്തിട്ടില്ല. കാരണം മറ്റേയാള് തിരിച്ചു വന്നാല് അങ്ങോട്ട് പോകണമെന്ന പകുതി മനസ്സ് ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അപ്പൊ അതെന്തൊരു സ്വഭാവമാണെന്ന് മനസ്സിലാകുന്നില്ല ഈ വ്യക്തി. ചിലപ്പോ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാവും, ചിലപ്പോ കുറെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആ റിലേഷൻഷിപ്പിൽ. എന്തായാലും ആ റിലേഷൻഷിപ്പ് പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അവരെന്തെങ്കിലും തിരിച്ചു വരികയാണെങ്കിൽ അവരെ സ്വീകരിക്കണം എന്ന മനസ്സുമായിട്ടാണ് ഈ വ്യക്തി നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യില്ല റിലേഷൻഷിപ്പ്, അല്ലെ? നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, സ്നേഹം കാണിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു സ്നേഹത്തിന്റെ കൂടെ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇവര് നിങ്ങൾക്ക് തരുന്നില്ല.
ഒരു സപ്പോർട്ട് ഇല്ല. വിളിക്കുമ്പോൾ ചിലപ്പോൾ ഫോൺ എടുക്കും, ചിലപ്പോൾ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജസിന് റിപ്ലൈ വരുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട് റിലേഷൻഷിപ്പില്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു സംശയത്തിൽ നിൽക്കുന്നത്, നിങ്ങൾ ഈ റീഡിങ് കാണുന്നതും അല്ലേ? ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കുറെ സീക്രട്സ് ഇവിടെ ഉണ്ട്. കുറെ നിങ്ങൾക്ക് തിരിച്ചറിവാകുന്നുണ്ട്, നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നെല്ലാം. പക്ഷെ ഇവിടെ ഒരു സ്നേഹം, നിങ്ങൾ മനസ്സ് കൊടുത്തു, സ്നേഹം കൊടുത്തു. അങ്ങനത്തെ ഒരു ബന്ധമായതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റാതെ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാന്ന് നിങ്ങൾക്കറിയാം. ഈ വ്യക്തിയോ നിങ്ങളോ നാളെ ചിലപ്പോൾ ഒരുമിച്ചല്ലായിരിക്കും എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണമോ എന്ന ചിന്തയിലാണ് നിങ്ങൾ. അത് നിങ്ങളുടെ ചിന്ത ശരിയാണെന്നാണ് പറയുന്നത്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്, വെർഗോ പൈസസ് ആണത്. അപ്പോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ട് ഇവിടെ ശരിയാവില്ല എന്ന്. ആ ഇൻറ്റ്യൂഷൻ പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തി ഇത്രയും സ്നേഹിച്ചിട്ടും ഈ റിലേഷൻഷിപ്പ് എവിടെയും എത്തിയിട്ടില്ല. എന്നാലും ഈ റിലേഷൻഷിപ്പ് അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടും ഇത് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല എന്നൊരു ഇൻറ്റ്യൂഷൻ ഉണ്ട് ഈ റിലേഷൻഷിപ്പില്. എന്നാലും നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം, എവിടം വരെ പോകുമെന്ന് നോക്കാം എന്നതിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ സ്കോർപിയോ ആണ്. ഇവിടെ ക്വീൻ ഓഫ് കപ്സ് കാണിച്ചു. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാല് അഗാധമായിട്ട് അൺകണ്ടീഷണൽ ലവ് കൊടുക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആണ്. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ട്, റെഡ് ഫ്ലാഗ്സ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ചിന്തയുണ്ട്, ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകില്ല, ഇത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി. അപ്പോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ചോദിച്ചപ്പോൾ ഇവിടെ കുറച്ച് കാർഡ്സ് വന്നിട്ടുണ്ട്. താങ്ക് യു. ഇവിടെ വന്നിരിക്കുന്ന കാർഡുകള് സ്ട്രെങ്ത് കാർഡ് റിവേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മജിഷ്യന്റെ കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 3 ഓഫ് കപ്സ് അപ്രൈറ്റ് ആണ്. അതുപോലെ തന്നെ ഡെവിൾ കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ നിന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം അനിശ്ചിതമാണ് ഈ വ്യക്തിയുടെ ഭാവി. ഈ വ്യക്തി ഇവര് തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ ഇരിക്കുമ്പോ നിങ്ങൾ അവിടെ ഒരു സെക്കൻഡ് ഫിഡിലായിട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് തേർഡ് പാർട്ടി ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഈ വ്യക്തിയുടെ മനസ്സിൽ ഓൾറെഡി ഒരാൾ കയറി കൂടിയിട്ടുണ്ട്. അയാളെ ഈ വ്യക്തി ഇറക്കി വിട്ടിട്ടും അവർ പോയിട്ടും ഇറക്കി വിട്ടിട്ടില്ല. ഈ വ്യക്തി ഇപ്പോഴും അവരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരികയാണെങ്കിൽ സ്വീകരിക്കണം എന്ന മനസ്സാണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് കയറി ഫോഴ്സ് ചെയ്ത് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ജീവിതം ഇനിയും കിടക്കുന്നത്. എത്ര നാള് നിങ്ങൾ ഇവർക്ക് വേണ്ടി കാത്തിരിക്കും? ഇനിയിപ്പോ നാളെ ഒരിക്കൽ ആ തേർഡ് പാർട്ടി ആ വ്യക്തി തിരിച്ചു വന്നാൽ നിങ്ങളെ തേർഡ് പാർട്ടി ആയിട്ടാണ് ഈ വ്യക്തി കാണുന്നത്. നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല ഇവരുടെ ജീവിതത്തിന്. അപ്പൊ ഈ വ്യക്തി തിരിച്ചു വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ ഒരു വോയിസ് ഇല്ല. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾക്ക് സംസാരിക്കാം. അവരെ കാര്യം പറഞ്ഞു തരുമെന്നാണ് പറയുന്നത്. അവരെ ആരെങ്കിലും കൊണ്ട് ഈ വ്യക്തിയോട് സംസാരിപ്പിക്കണമെങ്കിൽ സംസാരിപ്പിക്കാം എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഒന്നുമില്ല. ഇവിടെ ഒരു ഫ്യൂച്ചർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല. ഇത് ഏത് വഴിക്കും പോകാം. അതുപോലെ തന്നെ വേറൊരാളെ കാത്തിരിക്കുന്ന ആളെ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അത്രയും വില കുറഞ്ഞ ആളുകളല്ല. സ്നേഹമുണ്ട്, നമ്മൾ സ്നേഹിച്ചു, ശരിയാണ്. പക്ഷേ നമ്മൾക്കൊരു വില തരാതെ നമ്മളെ ഒരു തൽക്കാല ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് ഇങ്ങനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കുന്നതാണ് നല്ലത്, അല്ലേ? നമ്മൾക്ക് വേറെ ഫ്യൂച്ചർ, നല്ലൊരു ഫ്യൂച്ചർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇവിടെ ഇരുന്നിട്ട് സമയം കളഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ ലിയോ, ജെമിനായ്, കാപ്രിക്കോൺ ഇത്രയും സോഡിയാക് സൈൻ ആണ്. പിന്നെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ് വന്നിരിക്കുന്നത്. അപ്പോ ഇതുകൊണ്ടാണ് ഇവിടെ വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ കൂടെയുള്ള ആള്. നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല സ്നേഹമാണ്, അല്ലെങ്കിൽ നമ്മൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്നൊന്നും ഈ വ്യക്തി നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങള് ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ഈ വ്യക്തി ഇവരുടെ പാസ്റ്റ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. അവര് പോയി തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്, അവര് കല്യാണം കഴിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വരാൻ വഴിയില്ല, കുറെ കഴിയുമ്പോൾ ഞാൻ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ വ്യക്തി എൻ്റെ അടുത്തേക്ക് വന്നേക്കും എന്ന് നിങ്ങളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അവര് തിരിച്ചു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ വല്ലവർക്കും വേണ്ടി നിങ്ങൾക്കൊരു ഉപയോഗമില്ലാത്ത ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്ന്
നശിപ്പിച്ച് കളയാനുള്ളതാണോ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഡബിൾ എനർജി നെഗറ്റീവ് ആണ്. ഇവിടെ ആരും നിങ്ങളെ കൺട്രോൾ ചെയ്ത് ഫോഴ്സ് ചെയ്ത് പിടിക്കുന്നില്ല. നിങ്ങൾ ഉള്ളത് കൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കുന്നേ ഉള്ളൂ. നിങ്ങൾ പോയാൽ ഈ വ്യക്തി പുറകെ വന്ന് പിടിച്ചു നിർത്തില്ല. അത് നിങ്ങളുടെ അന്ധമായ ഒരു വിശ്വാസമാണ്. പോയി കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ആരുമില്ല, എന്റെ പുറകെ വരും, ഇല്ല, വരില്ല. മനസ്സിലായോ? ഈ വ്യക്തി നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നോട്ടെ, നിങ്ങളുടെ ഇഷ്ടമല്ലേ എന്നതിലാണ്. എനിക്ക് അതിൽ കുറ്റബോധമില്ല. കാരണം ഞാനല്ല നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. അപ്പോ അത് നിങ്ങൾക്ക് പണിയാവും. അവിടെ ഇല്ല, ഇവിടെ ഇല്ല, എവിടെ ഇല്ല എന്ന മട്ടിലാവും നിങ്ങളുടെ ജീവിതം. അപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ബന്ധമല്ല. ഈ ചാലഞ്ച് ആയിട്ട് പ്രതിബന്ധമായിട്ട് നിങ്ങൾ കാണുന്നത് റെഡ് ഫ്ലാഗ്സ് ആണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട് ഇവിടെ ഫ്യൂച്ചർ ഒന്നുമില്ല, നമ്മൾ വെറുതെ നിന്ന് സമയം കളയണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. കാപ്രിക്കോൺ ഞാൻ പറഞ്ഞു എന്താണെന്ന്. കാപ്രിക്കോണും ജെമിനായി, ലിയോ, സ്കോർപിയോ, വെർഗോ, പൈസിസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ഇത്രയും സോഡിയാക് സൈനുകളാണ് സ്ട്രോങ് ആയിട്ട് വന്നത്. ബാക്കി ഞാൻ പറഞ്ഞ സോഡിയാക് സൈൻസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.